ഇന്ന് നമ്മൾ പഠിക്കുന്നത് രസതന്ത്ര നിത്യജീവിതത്തിൽ എന്ന ടോപ്പിക്കിൽ നിന്നും പഞ്ചസാരയും പ്രിസർവേറ്റീവുകളുമാണ്. പഞ്ചസാരയും പ്രിസർവേറ്റീവുകളൊക്കെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയയാണ്. വിനാഗിരിയുടെ കാര്യമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്, പ്രിസർവേറ്റീവായിട്ട് ഉപയോഗിക്കുന്നതൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, അപ്പം പഞ്ചസാരയും പ്രിസർവേറ്റീവ്, ആദ്യം നമ്മൾ പഞ്ചസാരയെക്കുറിച്ചാണ് പഠിക്കുന്നത്, അതിനുശേഷം പ്രിസർവേറ്റീവിലേക്ക് വരാം. പഞ്ചസാരയെക്കുറിച്ച് പറയുമ്പോഴത്തേക്ക് പ്രധാനമായും ഇവിടെ നിന്ന് അറിയേണ്ടത് മധുരം നൽകാൻ ഉപയോഗിക്കുന്ന ഒരു പദാർത്ഥമാണെന്ത്? പഞ്ചസാര അല്ലെങ്കിൽ ഷുഗർ എന്ന് പറയുന്നത്. ഈ പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ, എലമെൻറ്റ്സ് എന്ന് പറയുന്ന 3 എണ്ണമാണ്. അതൊക്കെയാണ് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. പഞ്ചസാരയിൽ അടങ്ങിയിരിക്കുന്ന മൂലകങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്ത് വെച്ചോണം. പഞ്ചസാരയിലെ 3 മൂലകങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ. ഇനി നമ്മൾ ഈ പഞ്ചസാരയെ 2 തരമായിട്ട് നമുക്കതിനെ തിരിക്കാൻ സാധിക്കും. നാച്ചുറൽ ഷുഗറുണ്ട്, അതുപോലെ തന്നെ ആർട്ടിഫിഷ്യൽ ഷുഗറുണ്ട്. പഞ്ചസാര എന്ന് പറയുന്നത് 2 തരമുണ്ട്. പ്രകൃതിദത്ത പഞ്ചസാരയുമുണ്ട്, കൃത്രിമ പഞ്ചസാരയുമുണ്ട്. നാച്ചുറൽ ഷുഗറുമുണ്ട്, ആർട്ടിഫിഷ്യൽ ഷുഗറുമുണ്ട്. ആദ്യം നമ്മൾ നാച്ചുറൽ ഷുഗറിനെ കുറിച്ച്, പ്രകൃതിദത്ത പഞ്ചസാരയെക്കുറിച്ചാണ് ആദ്യം പഠിക്കുന്നത്. നാച്ചുറൽ ഷുഗറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സസ്യങ്ങളിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന പഞ്ചസാര, അല്ലെങ്കിൽ സസ്യങ്ങളിൽ നിന്നും നിർമ്മിക്കുന്ന പഞ്ചസാരയ്ക്ക് പറയുന്ന പേരാണ് നാച്ചുറൽ ഷുഗർ എന്ന് പറയും. അപ്പോൾ നാച്ചുറൽ ഷുഗറിൻ്റെ പ്രത്യേകത എന്താണ്? ഇവിടുന്ന് നിർമ്മിക്കുന്നത് സസ്യങ്ങളിൽ നിന്നും നിർമ്മിക്കുന്ന പഞ്ചസാരയാണ് നാച്ചുറൽ ഷുഗർ എന്ന് പറയുന്നത്. ഉദാഹരണം പറയുകയാണെങ്കിൽ നാച്ചുറൽ ഷുഗറിന് ഉദാഹരണമാണ് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സൂക്രോസ്, ലാക്ടോസ്, മാൾട്ടോസ്. ഇതൊക്കെ എന്തിന് ഉദാഹരണമാണ്? നാച്ചുറൽ ഷുഗർ. അപ്പോൾ ഓപ്ഷൻ തന്നിട്ട് വേണം നിങ്ങളോട് ചോദിക്കാം, താഴെ തന്നിരിക്കുന്നതിൽ പ്രകൃതിദത്ത പഞ്ചസാരയ്ക്ക് ഉദാഹരണം ഏത്, അല്ലെങ്കിൽ ഉദാഹരണം അല്ലാത്തത് ഏതെന്നൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുക. അപ്പോൾ ഇവിടുന്ന് ഓപ്ഷൻസ്, അല്ലെങ്കിൽ ഉദാഹരണങ്ങൾ, എക്സാമ്പിൾസ് പഠിച്ചു വെച്ചോണം. നാച്ചുറൽ ഷുഗറിന് എക്സാമ്പിൾ എന്ന് പറയുന്നത് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്, സൂക്രോസ്, ലാക്ടോസ്, മാൾട്ടോസ്. ഇനി അതിനെ ഓരോന്നിനെയും കുറിച്ചും കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളിലേക്കാണ് നമ്മൾ വരുന്നത്. ഏറ്റവും ലഘുവായ പഞ്ചസാര, സിംപ്ലസ്റ്റ് ഷുഗർ, ഏറ്റവും ലഘുവായ പഞ്ചസാര എന്ന് പറയുന്നതാണ് ഗ്ലൂക്കോസ്. ഏറ്റവും ലഘുവായ പഞ്ചസാരയാണ് ഗ്ലൂക്കോസ്. നമ്മൾ ഈ ചായയിലേക്ക് ഉപയോഗിക്കുന്ന ഷുഗറില്ലേ, ടേബിൾ ഷുഗർ എന്ന് നമ്മൾ കോമൺ ആയിട്ട് പറയും. ടേബിൾ ഷുഗർ എന്ന് പറയുന്നത് സൂക്രോസ് ആണ്. അത് തന്നെയാണ് ടേബിൾ ഷുഗറായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സാധനത്തിന് കെയിൻ ഷുഗർ എന്ന് പറയും. കരിമ്പിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്നതുകൊണ്ടാണ് കെയിൻ ഷുഗർ എന്നറിയപ്പെടുന്നത്. ടേബിൾ ഷുഗർ, കെയിൻ ഷുഗർ എന്നീ പേരുകളിൽ അറിയപ്പെടുന്ന ആരാണ്? സൂക്രോസ് ആണ്. അതും ഇമ്പോർട്ടൻ്റ് ആണ്. ലഘുവായ പഞ്ചസാര എന്ന് ഓർത്തു വെക്കണം. ലഘുവായ പഞ്ചസാര എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ആണ്. ടേബിൾ ഷുഗർ, കെയിൻ ഷുഗർ എന്നിങ്ങനെ അറിയപ്പെടുന്നത് ആരാണ്? സൂക്രോസ് ആണ്, സൂക്രോസ്. അതുപോലെ തന്നെ മനുഷ്യരക്തത്തിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര, മനുഷ്യരക്തത്തിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര എന്ന് പറയുന്നതാണ് ഗ്ലൂക്കോസ്. മനുഷ്യരക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കുവാൻ ഉപയോഗിക്കുന്ന മെഡിസിനാണ് ഇൻസുലിൻ. മനുഷ്യരക്തത്തിലെ ഗ്ലൂക്കോസിൻ്റെ അളവ് നിയന്ത്രിക്കുവാൻ വേണ്ടി ഉപയോഗിക്കുന്ന മെഡിസിൻ എന്ന് പറയുന്നതാണ് ഇൻസുലിൻ. അപ്പോൾ ഇൻസുലിനുമായിട്ട് ബന്ധപ്പെട്ടൊരു കാര്യം കൂടെ പറയാം. ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം എന്ന് പറയുന്നതാണ് സിങ്കാണ്. ഓർത്തിരിക്കുക, മനുഷ്യരക്തത്തിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര എന്ന് പറയുന്നത് ഗ്ലൂക്കോസ്. മനുഷ്യരക്തത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുവാൻ ഉപയോഗിക്കുന്ന മരുന്നാണ് ഇൻസുലിൻ. ഇൻസുലിനിൽ അടങ്ങിയിരിക്കുന്ന ലോഹം എന്ന് പറയുന്നതാണ് സിങ്ക്. അതുപോലെ തന്നെ കണ്ണിൻ്റെ ആരോഗ്യത്തിന് ആവശ്യമായ ലോഹം എന്ന് ചോദിച്ചാലും എന്ത് തന്നെ പറയാം? സിങ്ക് പറയാം. കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന ലോഹം എന്ന് ചോദിച്ചാലും ഇത് തന്നെയാണ്? സിങ്കാണ്. അപ്പോൾ ഓർത്തിരിക്കുക, ഇൻസുലിൻ, കണ്ണിൻ്റെ ആരോഗ്യം, കണ്ണുനീര്, ഇതെല്ലാം ഏത് ലോഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? സിങ്കുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. അടുത്ത പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര എന്ന് പറയുന്നത് ലാക്ടോസും. നേരത്തെ നമ്മൾ ആസിഡ് എന്ന ടോപ്പിക്കിനകത്ത് പഠിച്ചിട്ടുണ്ട്. പാലിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് എന്ന് പറയുന്നതാണ് ലാക്റ്റിക് ആസിഡാണ്. പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര എന്ന് പറയുന്നതാണ് ലാക്ടോസ് ആണ്. പാലിൻ്റെ ശുദ്ധത അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം എന്ന് പറയുന്നത് ലാക്ടോമീറ്റർ ആണ്. അപ്പോൾ പാലുമായി ബന്ധപ്പെട്ട് 3 പോയിന്റ് ഓർത്ത് വെച്ചോണം. പാലിലെ ആസിഡ് ലാക്റ്റിക് ആസിഡ്, പാലിലെ പഞ്ചസാര ലാക്ടോസ്, പാലിൻ്റെ ശുദ്ധത അളക്കുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം ലാക്ടോമീറ്റർ. അടുത്തത് പഴവർഗ്ഗങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര, പ്രീവിയസ് പോയിന്റ് ഇമ്പോർട്ടൻ്റ് ആണ്. പഴവർഗ്ഗങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര എന്ന് പറയുന്നത് ഫ്രക്ടോസ്. പഴവർഗ്ഗങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയാണ് ഫ്രക്ടോസ്. ഇനി പ്രകാശ സംശ്ലേഷണം, ഫോട്ടോസിന്തസിസിൻ്റെ ഫലമായി നിർമ്മിക്കപ്പെടുന്ന പഞ്ചസാരയാണ് ഗ്ലൂക്കോസ്.
പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായി നിർമ്മിക്കപ്പെടുന്ന പഞ്ചസാര ഏതാണ്? ഗ്ലൂക്കോസ്. എന്നാൽ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായി സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം എന്നാണ് ചോദിക്കുന്നതെങ്കിൽ ഏതാണ്? ഓക്സിജനാണ്. അപ്പോൾ പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായി നിർമ്മിക്കപ്പെടുന്ന പഞ്ചസാര ഗ്ലൂക്കോസ്, പ്രകാശ സംശ്ലേഷണത്തിൻ്റെ ഫലമായി സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഓക്സിജൻ. അപ്പോൾ രാത്രികാലങ്ങളിൽ സസ്യങ്ങൾ പുറത്തുവിടുന്ന വാതകം ഏതാണ്? കാർബൺ ഡൈ ഓക്സൈഡാണ്. രാത്രികാലങ്ങളിൽ സസ്യങ്ങൾ പുറത്തുവിടുന്നത് കാർബൺ ഡൈ ഓക്സൈഡും പകൽ സമയത്ത് പുറത്തുവിടുന്നതാണ് ഓക്സിജൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് മധുരം ഏറ്റവും കൂടിയ പഞ്ചസാരയാണ്. പഴവർഗ്ഗങ്ങളിൽ കാണപ്പെടുന്നത് നമ്മൾ പറഞ്ഞു ഫ്രക്ടോസ് എന്ന് പറഞ്ഞു. മധുരം ഏറ്റവും കൂടിയ സ്വീറ്റസ്റ്റ് ഷുഗർ എന്നറിയപ്പെടുന്ന ഏതാണ്? ഫ്രക്ടോസ് ആണ്. പഴവർഗ്ഗങ്ങളിൽ കാണപ്പെടുന്നത് മധുരം ഏറ്റവും കൂടിയതും സ്വീറ്റസ്റ്റ് ഷുഗർ എന്നറിയപ്പെടുന്നവരാണ് ഫ്രക്ടോസ്. അടുത്ത് നമുക്കിതുമായി ബന്ധപ്പെട്ട് പഠിക്കുന്നതാണ് പദാർത്ഥങ്ങളും പഞ്ചസാരയും. ചില പദാർത്ഥങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരകൾ ഏതൊക്കെയാണെന്ന് പഠിച്ചു വെക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയൊക്കെ പറഞ്ഞു. അതുപോലെ കുറച്ച് കാര്യങ്ങളാണ് ഇവിടെ പഠിക്കേണ്ടത്. കരിമ്പിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയാണ് സൂക്രോസ് എന്ന് പറയുന്നത്. കരിമ്പിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര എന്ന് പറയുന്നതാണ് സൂക്രോസ്. അത് ഇമ്പോർട്ടൻ്റ് ആണ്. കരിമ്പ്, ടേബിൾ ഷുഗർ എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലായിരുന്നോ? ടേബിൾ ഷുഗർ, അതിലൊക്കെ കാണപ്പെടുന്ന ഏതാണ്? സൂക്രോസ് ആണ്. അന്നജത്തിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര മാൾട്ടോസ്. അത് ഓർത്ത് വെച്ചോണം. അന്നജത്തിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര എന്ന് പറയുന്നത് മാൾട്ടോസ്. ബാർലിയിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയും ഏതാണ്? മാൾട്ടോസ് ആണ്. അപ്പോൾ കരിമ്പിൽ സൂക്രോസ്, അന്നജം, ബാർലി എന്നിവയിൽ അടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നത് മാൾട്ടോസ്. പാല് ലാക്ടോസ് എന്ന് പറഞ്ഞതാണ്. പാലിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര എന്ന് പറയുന്നത് ലാക്ടോസ്. പഴവർഗ്ഗങ്ങളിൽ അടങ്ങിയിരിക്കുന്നത് ഫ്രക്ടോസ്. രക്തത്തിലെ പഞ്ചസാര എന്ന് പറയുന്നത് ഗ്ലൂക്കോസ്. തേനിൽ അടങ്ങിയിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ, രണ്ട് ഷുഗേഴ്സ് തന്നെ അടങ്ങിയിട്ടുണ്ട്. ഗ്ലൂക്കോസും അടങ്ങിയിട്ടുണ്ട്, ഫ്രക്ടോസും അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ തേൻ എന്ന് ഓർത്ത് വെച്ചോണം. തേനിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാര എന്ന് പറയുന്നത് ഗ്ലൂക്കോസ്, ഫ്രക്ടോസ്. രക്തത്തിൽ ഗ്ലൂക്കോസ്, പഴവർഗ്ഗങ്ങളിൽ ഫ്രക്ടോസ്, പാലിൽ ലാക്ടോസ്, ബാർലി, അന്നജം എന്നിവയിൽ അടങ്ങിയിരിക്കുന്നത് മാൾട്ടോസ്, കരിമ്പിൽ അടങ്ങിയിരിക്കുന്നത്, ടേബിൾ ഷുഗറിൽ അടങ്ങിയിരിക്കുന്നത് കെയിൻ ഷുഗർ എന്നൊക്കെ അറിയപ്പെടുന്നത് സൂക്രോസ്. പ്രകൃതിദത്ത പഞ്ചസാരയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ കഴിഞ്ഞ് നമ്മൾ അടുത്തതിലേക്ക് പഞ്ചസാരയെ രണ്ടായിട്ട് തിരിച്ചിട്ട് രണ്ടാമത്തേലേക്ക് പോവുകയാണ്. കൃത്രിമ പഞ്ചസാര അഥവാ ആർട്ടിഫിഷ്യൽ ഷുഗറിലേക്കാണ് വരുന്നത്. ആഹാര പദാർത്ഥങ്ങൾക്ക് മധുരം നൽകുവാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥങ്ങൾക്ക് പറയുന്ന പേരാണ്. മനുഷ്യൻ കൃത്രിമമായി നിർമ്മിച്ചെടുത്തിരിക്കുന്നവയാണ് അവയെന്ന് പറയുന്നത്. ആഹാര പദാർത്ഥങ്ങൾക്ക് മധുരം നൽകുവാൻ ഉപയോഗിക്കുന്ന രാസപദാർത്ഥങ്ങളെ വിളിക്കുന്ന പേരാണ് ആർട്ടിഫിഷ്യൽ ഷുഗർ അഥവാ കൃത്രിമ പഞ്ചസാര. ഉദാഹരണം പഠിച്ചു വെക്കണം. നാച്ചുറൽ ഷുഗറിൻ്റെ പഠിച്ച പോലെ തന്നെ എക്സാമ്പിൾ പഠിച്ചു വെക്കണം. സാക്കറിൻ, അസ്പാർട്ടേം, അലിട്ടേം, സൂക്രലോസ്. അപ്പോൾ കൃത്രിമ പഞ്ചസാരയ്ക്ക് ഉദാഹരണം എന്ന് പറയുന്ന ആരൊക്കെയാണ്? സാക്കറിൻ, അസ്പാർട്ടേം, അലിട്ടേം, സൂക്രലോസ്. ഇതിൽ തന്നെ സാക്കറിൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സാക്കറിൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതാണ്. അപ്പോൾ ഈ സാക്കറിനുമായി ബന്ധപ്പെട്ടൊരു പോയിൻ്റൊക്കെ നമുക്ക് അഡീഷണൽ ആയിട്ട് ഓക്കെ അതിലേക്ക് നമുക്ക് വരാം. പ്രമേഹ രോഗികൾക്ക് ഉപയോഗിക്കുവാൻ സാധിക്കുന്ന കൃത്രിമ പഞ്ചസാര എന്ന് പറയുന്നതാണ് അസ്പാർട്ടേം. അത് ഇമ്പോർട്ടൻ്റ് പോയിൻ്റാണ്. പ്രമേഹ രോഗികൾക്ക് ഉപയോഗിക്കുവാൻ സാധിക്കുന്ന കൃത്രിമ പഞ്ചസാര ഏതാണ്? അസ്പാർട്ടേമാണ്. മധുരം ഏറ്റവും കൂടിയ കൃത്രിമ പഞ്ചസാര എന്ന് പറയുന്നത് അലിട്ടേമാണ്. മധുരം ഏറ്റവും കൂടിയ കൃത്രിമ പഞ്ചസാര എന്ന് പറയുന്നത് അലിട്ടേം. ഇതിനെ കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ നമ്മുടെ ടേബിൾ ഷുഗറില്ലേ, ടേബിൾ ഷുഗറിനേക്കാൾ 2000 മടങ്ങ് മധുരമുള്ള കൃത്രിമ പഞ്ചസാരയാണ് അലിട്ടേം എന്ന് പറയുന്നത്. അതായത് ഒരു സ്പൂൺ അലിട്ടേം ഉപയോഗിക്കുന്നതിന് തുല്യമായ മധുരം കിട്ടണമെങ്കിൽ 2000 സ്പൂൺ ടേബിൾ ഷുഗർ ഉപയോഗിച്ചാൽ മാത്രമേ നമുക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ള സ്വീറ്റ്നസ് കിട്ടത്തുള്ളൂ. അപ്പോൾ മധുരം ഏറ്റവും കൂടിയ കൃത്രിമ പഞ്ചസാര ഓർത്ത് വെച്ചോണം. മധുരം ഏറ്റവും കൂടിയ കൃത്രിമ പഞ്ചസാര എന്ന് പറയുന്നതാണ് അലിട്ടേം. പ്രമേഹ രോഗികൾക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്ന കൃത്രിമ പഞ്ചസാര എന്ന് പറയുന്നതാണ് അസ്പാർട്ടേം. അതുപോലെ തന്നെ കൃത്രിമ പഞ്ചസാരയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ സാക്കറിൻ എന്ന് പറയുന്ന സാധനം ഇമ്പോർട്ടൻ്റ് ആണ്. സാക്കറിൻ ആദ്യത്തെ കൃത്രിമ പഞ്ചസാരയാണ് സാക്കറിൻ എന്ന് പറയുന്നത്. ഫസ്റ്റ് ആർട്ടിഫിഷ്യൽ ഷുഗറാണ് സാക്കറിൻ. ആദ്യം കണ്ടുപിടിച്ച കൃത്രിമ പഞ്ചസാര എന്ന് പറയുന്ന ഏതാണ്? സാക്കറിനാണ്. അതുപോലെ തന്നെ പെട്രോളിയത്തിൽ നിന്നാണ് സാക്കറിൻ ഉൽപ്പാദിപ്പിക്കുന്നത് പറയുന്നത്. അപ്പോൾ ആദ്യം കണ്ടുപിടിച്ച കൃത്രിമ പഞ്ചസാര പ്രീവിയസ് ക്വസ്റ്റൻ ആണത് കേട്ടോ. ആദ്യം കണ്ടുപിടിച്ച കൃത്രിമ പഞ്ചസാര എന്ന് പറയുന്നത് സാക്കറിൻ. ഈ സാക്കറിനുമായി ബന്ധപ്പെട്ട ഒരു ഉപകരണത്തിൻ്റെ പേരും കൂടെ നമുക്ക് പഠിച്ചു പോകാം. സാക്കറി മീറ്റർ എന്ന് പറയും. സാക്കറി മീറ്റർ ഒരു ലായനിയിലെ
പഞ്ചസാരയുടെ അളവ് രേഖപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സാക്കറിമീറ്റർ. ഓർത്തിരിക്കുക, ഒരു ലായനിയിലെ പഞ്ചസാരയുടെ അളവ് രേഖപ്പെടുത്തുവാൻ ഉപയോഗിക്കുന്ന ഉപകരണം സാക്കറിമീറ്റർ. ആദ്യത്തെ കൃത്രിമ പഞ്ചസാര എന്ന് പറയുന്നത് സാക്കറിൻ. അടുത്തത് പ്രിസർവേറ്റീവുകളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ആഹാര പദാർത്ഥങ്ങൾ കേടുകൂടാതെ സൂക്ഷിക്കുന്നതിനുപയോഗിക്കുന്ന രാസപദാർത്ഥങ്ങളാണ് പ്രിസർവേറ്റീവുകൾ എന്ന് പറയും. അച്ചാറൊക്കെ ഇടുമ്പോഴാണ് നമ്മൾ പലപ്പോഴും ഉപയോഗിക്കുന്നതാണ്. പ്രിസർവേറ്റീവിനൊരു കോമൺ എക്സാമ്പിളായിട്ട് പറയാനാണ് വിനാഗിരി പറയാം. അസറ്റിക് ആസിഡാണ് വിനാഗിരിയൊക്കെ പ്രിസർവേറ്റീവായിട്ട് ഉപയോഗിക്കുന്നതാണ്. അതുപോലെ മറ്റു ഉദാഹരണങ്ങളാണ് സോഡിയം ബെൻസോയേറ്റ്, കോമൺ സോൾട്ട് അല്ലെങ്കിൽ നമ്മുടെ സോഡിയം ക്ലോറൈഡ് ഇല്ലേ, സോഡിയം ക്ലോറൈഡ്, പഞ്ചസാര, വിനാഗിരി, സിട്രിക് ആസിഡ്, സോർബിക് ആസിഡ്. പ്രിസർവേറ്റീവുകൾക്ക് ഉദാഹരണമാണ് സോഡിയം ബെൻസോയേറ്റ്, കോമൺ സോൾട്ട്, പഞ്ചസാര, വിനാഗിരി, സിട്രിക് ആസിഡ്, സോർബിക് ആസിഡ്. അതിൽ തന്നെ സോഡിയം ബെൻസോയേറ്റിനാണ് എപ്പോഴും ഫസ്റ്റ് പ്രിഫറൻസ് കൊടുക്കേണ്ടത്. താഴെ തന്നിരിക്കുന്നതിൽ പ്രിസർവേറ്റീവായി ഉപയോഗിക്കുന്ന പദാർത്ഥം എന്നൊക്കെ കോമൺ ആയിട്ട് ചോദിക്കുകയാണെങ്കിൽ ഈ ബാക്കിയുള്ള പേരുകളൊക്കെ ഉണ്ടെങ്കിലും ഏതേ മാർക്ക് ചെയ്യാവുള്ളൂ, സോഡിയം ബെൻസോയേറ്റ്. കാരണം ഈ വിനാഗിരി എന്ന് പറയുന്നതും കോമൺ സോൾട്ട് എന്ന് പറയുന്നതും എല്ലാ ആഹാര പദാർത്ഥങ്ങളിലും നമുക്കെന്ത് ഉപയോഗിക്കാൻ പറ്റില്ല, പ്രിസർവേറ്റീവായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല. കൂടുതലും ഭക്ഷണ പദാർത്ഥങ്ങളിൽ പ്രിസർവേറ്റീവായിട്ട് ഉപയോഗിക്കുന്ന സോഡിയം സംയുക്തമാണ് സോഡിയം ബെൻസോയേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ പ്രിസർവേറ്റീവുകളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോടെ തീരുകയാണ്.